ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ ജീവിത വിജയം നമുക്ക് കൈവരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടതുപോലെ നമ്മുടെ മനസ്സിനെ നാം മനസ്സിലാക്കാൻ തയ്യാറാവണം. ഈ മനസ്സെന്താണെന്ന് നാം അറിഞ്ഞാൽ മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. കാരണം മനസ്സിലൂടെ മാത്രമേ, മനസ്സെന്ന് പറഞ്ഞാൽ ഡോണ്ട് ടേക്ക് ഇറ്റ് ജസ്റ്റ് എ മൈൻഡ്, ഇൻ്റലക്റ്റ്, മൈൻഡ്, നമ്മുടെ ഓർമ്മശക്തി തുടങ്ങിയ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺഷ്യസ് മൈൻഡിലൂടെ മാത്രമേ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മനസ്സെന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. എന്താണ് ഈ മനസ്സ്? കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രധാനമായിട്ട് 3 തരം ചിന്തകൾ ഉള്ളതാണ്. ഒന്ന് നമ്മുടെ ഇമോഷണൽ ഭാഗങ്ങൾ, 2 നമ്മുടെ ഇൻ്റലക്റ്റലായിട്ടുള്ള കാര്യം, 3 നമ്മുടെ ഈഗോ. ജനറലി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ ഞാനെന്ന ഒരു ഭാവം, പിന്നെ നമ്മുടെ കഴിവുകൾ, അറിവ്, പിന്നെ നമ്മുടെ ഇമോഷൻസ്. ഇനി ഇതിൻ്റെ ഒരു വേറൊരു ഭാഗമാണ്, ഇതിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ മെമ്മറീസ്. അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, നമ്മുടെ പാഷൻ എന്നോ ഒക്കെ പറയാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. പൊതുവേ നമുക്ക് വേണമെങ്കിൽ പറയാം 4 തരം ചിന്തകളുള്ള ഒരു ശക്തിവിശേഷമാണ്, എനർജിയാണ് മൈൻഡ്. ഇമോഷണലായിട്ടുള്ള തോട്ട്സുകൾ, ഇൻ്റലക്റ്റലായിട്ടുള്ള അറിവിൻ്റെ തോട്ട്സുകൾ, നമ്മുടെ ഈഗോ, ഞാനെന്ന ഭാവം, വേണമെങ്കിൽ നമുക്കിതും കൂടെ പറയാം നമ്മുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, നമ്മുടെ സംസ്കാരം, സ്വഭാവം, നമ്മുടെ ശീലങ്ങൾ. അപ്പോൾ ഈ ഒരു മനസ്സുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇതിൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ പരിഹരിച്ച് ജീവിതത്തിൽ ഉയർച്ച നേടാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടതാണ്. അതാണ് ഹിന്ദുമതം ബേസിക്കലി പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ അതുതന്നെയാണ് അർജുനോട് പറഞ്ഞത്. യുദ്ധക്കളത്തിൽ തളർന്നിരുന്നപ്പോൾ പറഞ്ഞു, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ പരന്തപ. അർജുന, നിന്നെ തളർത്തിയത് നിൻ്റെ ബോധ മനസ്സ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ തളർത്തുക എന്ന് പറഞ്ഞാൽ? അതിലൊന്നാമത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഞാൻ, നമ്മളിലെ ആലസ്യം, അതായത് ഒരു ഊർജം, ഉന്മേഷം സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്താൻ പറ്റുന്നില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലൊക്കെ നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കും. പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യത്തിൽ എന്നാൽ നമ്മൾ ചെയ്യാൻ നിയുക്തരായിരിക്കുന്ന പല കാര്യം. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ് വരെ എല്ലാ സബ്ജക്റ്റിലും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ആ കുട്ടി പഠിച്ചല്ലേ പറ്റുള്ളൂ. കുട്ടിക്ക് ചോയ്സ് ഇല്ല. മാത്സിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ മാത്സ് പഠിക്കണം, സയൻസിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ സയൻസ് പഠിക്കണം. അപ്പോൾ എങ്ങനെ നമ്മളെ ഊർജ്ജം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഇതുപോലെ തന്നെയാണ് ജോലിയുടെ കാര്യത്തിലും. എല്ലാ ജോലിയും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നമുക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ഊർജ്ജത്തെ നിലനിർത്താൻ നാം എന്ത് ചെയ്യണം? അതുപോലെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യത്തിൽ കോൺസെൻട്രേഷനും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ നമ്മുടെ കോൺസെൻട്രേഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? കാരണം കോൺസെൻട്രേഷൻ കുറേ നേരം നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് മടുപ്പും വിരസതയൊക്കെ വരും. അതിങ്ങനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അസ്വസ്ഥതകളോ വന്നാൽ അതിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് പല ക്രിറ്റിസിസവും ചിലപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്യാം, ചിലപ്പോൾ നമ്മളെ വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നൊന്നുമില്ല. അപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ വരും. അപ്പോൾ ഇത്തരം ഫ്രസ്ട്രേഷനൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ മറികടക്കും? ഇതൊക്കെയാണ് ഗീതയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗീത നമ്മൾ പഠിച്ചാലല്ലേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇത് പരിഹരിക്കാനുള്ള മാർഗമാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നാം ഇപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ ചേർത്തുന്നു. അത് നേരെ സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടി വളരെ ഡള്ളാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് പഠിക്കാൻ പറ്റും? അതേപോലെ തന്നെ കുട്ടിയുടെ മൈൻഡ് വളരെ റെസ്റ്റ്ലെസ് ആണെങ്കിൽ, നമ്മളിന്ന് ഹൈപ്പർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ക്ലാസ്സിൽ കയറാം മനസ്സിലാവും. കുറേ കഴിഞ്ഞാൽ ആ കുട്ടി അവർ ഒഴിവാക്കി കുറേ കഴിഞ്ഞാൽ അതിന് പറയും ഇത് നോട്ടീസാണ്, ഈ കുട്ടി പറ്റില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ അറിയണം. എങ്ങനെ ഈ കുട്ടികളെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? അതിപ്പോൾ എത്ര പാരൻസ് മനസ്സിലാക്കുന്നുണ്ട്? ഈ തരത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളായിട്ട് നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ നമുക്ക് വലിയ റിഗ്രറ്റും അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയൊരു ഗിൽറ്റി കോൺഷ്യസ്നെസ്സിലും ജീവിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്ത് വേണം? ഈ ഒരു ശ്ലോകം ഭഗവാൻ അതിനുവേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. ഗീതയിൽ 3-ാം അധ്യായത്തിലെ 29-ാം ശ്ലോകം.
പ്രകൃതേർഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേ. പ്രകൃതേർഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേ. ശ്രദ്ധിക്കണം, ഈ ശ്ലോകങ്ങളൊക്കെ അതിഗംഭീരമാണ്. പ്രകൃതിയുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇന്നർ നേച്ചർ, നമ്മുടെ മൈൻഡിൻ്റെ നേച്ചർ. പ്രകൃതി എന്ന് പറഞ്ഞാൽ മൈൻഡ് എന്ന് പറഞ്ഞാലും പുറത്തുള്ളതൊക്കെ തന്നെയാണ് ഉള്ളിലുള്ളത്. അപ്പോൾ ഉള്ളിലുള്ള മനസ്സിൻ്റെ നേച്ചറിൽ 3 ഗുണങ്ങളുണ്ട്. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. തമോ ഗുണത്തിൻ്റെ പ്രത്യേകത നമ്മളെ ഇൻട്രോവേർട്ടഡ് ആക്കും, അലസരാക്കും, ഊർജം ഉന്മേഷം ഇല്ലാത്തവരാക്കും. രജോ ഗുണം നമ്മളെ ഏകാഗ്രത ഇല്ലാത്തവരാക്കും, അതായത് ഇൻട്രസ്റ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തവരാക്കും. സത്വഗുണം നമുക്ക് കാര്യം നമ്മൾ ഇൻ്റലക്ച്വലി കഴിവുള്ളവരാണെങ്കിലും പെട്ടെന്ന് ഇമോഷണലി നമ്മളെ ഡൗൺ ആക്കിക്കളയും. അപ്പോൾ ഈ തരത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്നറിയില്ല. അതായത് തമോ ഗുണം നമ്മളിൽ എനർജി ഒരു കൺസിസ്റ്റൻ്റ്ലി നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കും. ഇപ്പോൾ കുട്ടികൾ എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് അത് പറയുന്നത്. കളിക്കാൻ പറഞ്ഞാൽ അവർ വളരെ എനർജറ്റിക്കാണ്, പക്ഷെ പഠിക്കാൻ പറഞ്ഞാൽ അവർ എനർജി പോയി. അത് തന്നെ പഠിക്കുന്നതിൽ ചില സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ചിലത് വളരെ ഡള്ളാണ്. അപ്പോൾ എങ്ങനെ നമുക്കത് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്താൻ പറ്റും? രണ്ടാമത്തത്, നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് മൈൻഡ് ഫുൾ ഫോക്കസ് ആക്കാൻ എങ്ങനെ സാധിക്കും? കാരണം മൈൻഡിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ മൈൻഡ് പലതിലേക്കും ഡൈവേർട്ട് ചെയ്യും, അതിലേക്കും ഇതിലേക്കൊക്കെ. ഇതാണ് പലരും ജോലി ചെയ്യുന്ന സമയത്തും അവർക്ക് ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ. കാരണം അവർക്കത് ഇൻട്രസ്റ്റ് ഇല്ല തോന്നിക്കഴിഞ്ഞാൽ മൈൻഡ് പോയി. മൂന്നാമത്തത്, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അതിൽ ഡിപ്രസ്ഡായിട്ട് പോവാതെ അതിനെ ഓവർകം ചെയ്ത് അതിനെ അഭിമുഖീകരിച്ച് എങ്ങനെ നമുക്ക് ജീവിതത്തെ കുറേയും കൂടിയും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ തരത്തിലുള്ള അറിവ് ഇല്ലാത്ത ആളുകൾ, സ്വയം ഉയർത്താൻ പറ്റാത്ത ആളുകൾ സജ്ജന്തേ ഗുണകർമ്മസു, അവരുടെ കർമ്മങ്ങളിൽ സജ്ജന്തു. ഇവിടെ കർമ്മങ്ങളിൽ സജ്ജന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണകർമ്മസു സജ്ജന്തേ എന്ന് പറഞ്ഞാൽ അവരവരുടെ ശീലങ്ങളിൽ കുരുങ്ങിപ്പോയ ആളുകളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ. അങ്ങനെയുള്ള ആളുകളെ താൻ കൃഷ്ണവിദോ മന്താൻ. കൃഷ്ണവിദ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം തത്വങ്ങളെ അറിയുന്നവൻ, അതായത് മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ അറിഞ്ഞ് അതിനെ പരിഹരിക്കാനുള്ള അറിവ് ഉള്ളവർ കൃഷ്ണവിന്ന വിചാലയേത്. ഈ തരത്തിലുള്ള ആളുകളെ, ഏതാളുകളെ? ഇതൊന്നും മനസ്സിലാക്കാതെ അവരവരുടെ സ്വഭാവങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവരെ ഇന്ന വിചാലയേ എന്ന് പറഞ്ഞാൽ അവരെ വഴിതെറ്റിക്കരുത്. വിചാലയേത് എന്ന് പറഞ്ഞാൽ അവരെ അസ്വസ്ഥരാക്കരുത് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അർത്ഥം അവരെ വഴിതെറ്റിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡള്ളായിരിക്കുന്ന ഒരു കുട്ടിയെ, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കുട്ടിയെ ഒരമ്മ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യം വീണ്ടും പഠിക്കാൻ പ്രേരിപ്പിച്ചാൽ ആ കുട്ടി കുറേ കഴിഞ്ഞാൽ വയലൻ്റ് ആവും. ആ കുട്ടിയുടെ ശീലം ഒന്നുകൂടിയും വളരെ വേസ്റ്റ് ആവും. കാരണം തനിക്കിഷ്ടമില്ലാത്ത തന്നെ അടിച്ചേൽപ്പിക്കുന്നതിലുണ്ടാകുന്ന പ്രതികാരമായി കുറേ കഴിഞ്ഞാൽ കുട്ടിയുടെ സ്വഭാവങ്ങളൊക്കെ ഒരു ക്രിമിനൽ കൾച്ചറുള്ളതായി മാറും. ഇന്ന് ഇത്ര അധികം ലഹരിയിലേക്ക് ലോകം വീണുപോയതിന് കാരണം ഈ ഗുണകർമ്മങ്ങളെ ഡീൽ ചെയ്യാൻ നമ്മൾ സൊസൈറ്റിയെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. കാരണം ഇന്ന് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് അവരുടെ ഈ മനസ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പരിശീലിപ്പിച്ചുകൊണ്ടല്ല. നമ്മൾ ഡയറക്റ്റായിട്ടുണ്ട് സ്കൂളിൽ പറഞ്ഞയക്കുകയാണ്. സ്കൂളിൽ പറഞ്ഞയച്ച് കുട്ടി പഠിക്കണില്ല എന്ന് പറഞ്ഞാൽ ട്യൂഷനും കൂടെ പറഞ്ഞയക്കുകയാണ്. കുട്ടിക്ക് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ കുട്ടി അത് ചെറിയ കുട്ടികളാകുമ്പോൾ അവർ ബൈഹാർട്ട് പഠിക്കും. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ സത്യം പറയിൽ ഇൻട്രസ്റ്റഡായിട്ട് പഠിച്ചു എന്നല്ല. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് വഴക്ക് കേൾക്കേണ്ട, അച്ഛൻ ചീത്ത വിളിക്കേണ്ട വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ കുന്തം തലയിൽ കയറ്റി വയ്ക്കും. 1+1 = 2, 1+1 അങ്ങനെ ഓരോ കവിതകളൊക്കെ ഇഷ്ടമുണ്ടായിട്ട് പഠിച്ചു എന്നല്ല. ചില കവിതകളൊന്നും ഒരു അർത്ഥം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കവിതകൾ. ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ട് പിന്നെ പരീക്ഷാ പേപ്പറിൽ അതുപോലെ അങ്ങോട്ട് എഴുതി വയ്ക്കുമ്പോൾ ഒരു
ഒരു സംതൃപ്തിയാണ്, എന്തോ നമ്മൾ വലിയ കാര്യം ചെയ്തു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞാൽ ഒരു കുന്തം ഓർമ്മയില്ല എന്താ പഠിച്ചതെന്ന് പോലും. കാരണം നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കുന്നതല്ല, അതൊക്കെ ഒരു പണിഷ്മെൻ്റ് ഓർത്തിട്ട് ഫെയിലിയർ കൊണ്ട് നാണക്കേട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് മാനക്കേട് ഓർത്തുകൊണ്ട് പഠിച്ച് പാസ്സാവുന്നതാണ്, അല്ലാതെ അതൊരു ബുദ്ധിപരമായ കഴിവല്ല. അതുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ഗിമിക്കാണ്, ഒരു ഷോ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ റിയൽ എഡ്യൂക്കേഷൻ അല്ല. 10ാം ക്ലാസ് പാസ്സാവാതാണ് കുത്തിയിരുന്ന ഗൈഡും പഠിച്ച പുസ്തകവും ബൈഹാർട്ട് പഠിച്ച ഏത് പോലീസുകാരനെ പാസ്സാവാൻ പറ്റാത്തത്? ആർക്കാണ് പാസ്സാവാൻ പറ്റാത്തത്? ഇത് 90% ആളുകൾ അത്ര എഫേർട്ട് എടുക്കാത്തതുകൊണ്ടാണ് വലിയ മാർക്ക് കിട്ടി പാസ്സാവാത്തത്. ഇന്നിപ്പോൾ പെൺകുട്ടികളാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത്. എന്തുകൊണ്ട്? കുത്തിയിരുന്ന് ബൈഹാർട്ട് പഠിക്കും. എന്നിട്ട് ഇവർക്ക് അതുകൊണ്ട് എന്ത് ഗുണം? എത്രയോ റാങ്ക് ഹോൾഡേഴ്സ് ആത്മഹത്യ ചെയ്യുന്നു, എത്രയോ റാങ്ക് ഹോൾഡേഴ്സ് മാനസികമായ വിഭ്രാന്തി വന്ന് ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ വിചാരിച്ച പോലെ ഇന്ന് അവരുടെ ജീവിതം ആക്കിയെടുക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാനെന്തോ ഉട്ടോപ്യൻ സ്റ്റോറീസാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ MCOMന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് അവസാനം മാനസിക വിഭ്രാന്തി വന്നിട്ട് ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുട്ടി, MCOMന് ഫസ്റ്റ് റാങ്ക്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയിൽ ഡെവലപ്മെൻറ്റ് വന്നില്ല. ഇത് വെറും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വെറും ഒരു കുറച്ച് എക്സസൈസാണ്, അത്രയേ ഉള്ളൂ. ഇൻ്റലക്ച്വലായിട്ട് നമ്മൾ കണ്ടമാനം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് ഓർത്ത് വയ്ക്കും. അത് പരീക്ഷാ പേപ്പറിൽ പോയിട്ട് അങ്ങോട്ട് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർമാർക്ക് അത് കാണുമ്പോൾ വലിയ സന്തോഷം, വലിയ ബുദ്ധിമാനാണ്. പക്ഷേ വ്യക്തിത്വം ഒരിക്കലും ഇൻ്റഗ്രേറ്റഡ് ആവില്ല. അത് അർജുനനിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അർജുനൻ എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിക്കാൻ കഴിവുള്ള ആളായിരുന്നു. പക്ഷേ മെൻ്റലി ഡൗൺ ആയതോടുകൂടി അർജുനൻ്റെ വ്യക്തിത്വം അവിടെ കൊണ്ട് തീർന്നു. ഗീത എന്ന് പറയുന്ന ഒരു കൃതി അവിടെയാണ് അർജുനനെ ഉണർത്തുന്നത്. അപ്പം അതുകൊണ്ട് ആദ്യം നാം മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ, മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഇൻ്റഗ്രേഷനാണ്. ഇത് തമ്മിൽ യോജിക്കണം. മനസ്സ് മുഴുവൻ ഫ്രസ്ട്രേഷനും ഡിസ്ട്രാക്ഷനും ഡിസ്റ്റർബൻസും വളരെ ഡള്ളും ആണെങ്കിൽ ഇൻ്റലക്ച്വലി നമ്മൾ എന്ത് കസർത്ത് കാണിച്ചിട്ടും എന്ത് കുത്തിയിരുന്ന് ബൈഹാർട്ട് പിടിച്ചിട്ടും കാര്യമില്ല. കാരണം മാനസികമായ പിരിമുറുക്കം, സമ്മർദ്ദം, പ്രതിഷേധം, പ്രതികാരം. അതുകൊണ്ടായിരിക്കാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആളുകൾ കുറേ കഴിഞ്ഞാൽ ആത്മഹത്യയിലേക്ക് പോകുന്നതും. കാരണം അവർക്ക് ആ ഫ്രസ്ട്രേഷൻ താങ്ങാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് എന്ത് വേണം? കൃഷ്ണവിന്ന വിചാലേത്, ഈ വിവേകമുള്ളവർ ഇവരെ വഴിതെറ്റിക്കരുത്. എങ്ങനെയായിരിക്കണം കുട്ടികളെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? വഴിതെറ്റിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ നേരെ അവരുടെ അതായത് ഇൻ്റഗ്രേഷൻ വരാതെ അവരെ ഡയറക്റ്റായിട്ടൊരു ഒരു തരത്തിലും അവർക്ക് ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് അവരെ, അല്ലെങ്കിൽ ഒരു കൂടുതൽ അവരെ മനസ്സിന് വിഭ്രാന്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കരുത്. ഇന്ന് സത്യം പറഞ്ഞാൽ ഓഫീസുകളിലൊക്കെ ഉള്ള പ്രശ്നം ഇതാണ്. എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതി പാസ്സായതുകൊണ്ട് PSC എഴുതിയതുകൊണ്ട് ഒരാൾ നല്ല സ്റ്റാഫ് ആവണമെന്നില്ല. അവരിലൊരു ഇൻറ്റിഗ്രേഷൻ നടക്കണം. ആ ഇൻറ്റിഗ്രേഷൻ ഉണ്ടാവണമെങ്കിൽ അവരിൽ ചില സാധനകൾ ചെയ്യണം. എനിക്ക് തോന്നുന്നു എല്ലാ ഓഫീസുകളിലും, എനിക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണത്. എല്ലാ ഓഫീസുകളിലും 3 കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ അവരുടെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റുമോ നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അവരെ കൊണ്ട് കുറച്ച് നേരം ഈ പ്രാണായാമം ചെയ്യിക്കരുത്. ഡീപ്പായിട്ട് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ നല്ലോണം ബോഡിയിലേക്ക് കണ്ട് കിടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉള്ളിൽ നിന്ന് മാറി കൂടുതലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ബോഡിയിൽ. അപ്പോൾ ഈ പ്രാണായാമം പരിശീലിപ്പിക്കുക സ്റ്റാഫിനെ. രണ്ടാമത്തത് പ്രണവോപാസന, ഓങ്കാരം. അതെന്താ വെച്ചാൽ ഏകാഗ്രതയുണ്ടോ. കാരണം സൗണ്ട് നമ്മുടെ ശരീരത്തിൽ വളരെയധികം പെട്ടെന്ന് മൈൻഡും ബുദ്ധിയും നമ്മളെ ഇൻ്റഗ്രേഷൻ ഡെവലപ്പ് ചെയ്യും ഒരൊറ്റ സൗണ്ടിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ഓങ്കാരത്തിൻ്റെ എന്ത് പ്രത്യേകത വെച്ചാൽ അതൊരു ഹമ്മിങ് സൗണ്ട് ആയതുകൊണ്ട് മനസ്സതിലങ്ങനെ കുറേ നേരം നിർത്താം. അപ്പം മനസ്സിനെ കണ്ടിന്യൂസ്ലി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. മൂന്നാമത്തെ കാര്യം പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കഥകൾ, ഇമോട്ടിവേറ്റിംഗ് സ്റ്റോറീസ് ഷെയർ ചെയ്യാം. അങ്ങനെ പല പ്രശ്നങ്ങളും എങ്ങനെയാണ് പരിഹരിച്ച് എടുത്ത ആളുകളുടെയൊക്കെ കഥയുണ്ടല്ലോ, അവരതിനെ ഓവർകം ചെയ്തത്. അപ്പം അങ്ങനെ അവർക്ക് ജീവിതത്തിൽ പലതിനെയും ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെയാകുമ്പോൾ അവരുടെ വർക്കിംഗ് എഫിഷ്യൻസി കൂടും. ഈ വർക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ ക്ലാരിറ്റിയും ഇമോഷണൽ എബിലിറ്റിയും. അപ്പം ക്ലാരിറ്റി ആൻഡ് എബിലിറ്റി ഇത് രണ്ടും ചേരുമ്പോഴാണ്
ഒരാളിൽ നിന്ന് കഴിവുള്ള ഒരു വ്യക്തിത്വം പുറത്തു വരുന്നത്. വെറും ഇൻ്റലക്ച്വലി ചെയ്യാൻ അറിയാം, പക്ഷേ എമോഷണലി ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അപ്പോൾ ആ രണ്ടും കൂടെ ഇൻ്റഗ്രേറ്റഡ് ആവുന്നില്ല. ഇവിടെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ, ക്ലാരിറ്റി അല്ല എക്സിക്യൂഷൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സാണ് എക്സിക്യൂഷൻ ചെയ്യേണ്ടത്, ബുദ്ധിയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ എക്സിക്യൂഷനും അതുപോലെ ഡിസിഷൻ മേക്കിങ്ങും രണ്ടും കൂടെ ചേരുമ്പോൾ, ഭർത്താവും ഭാര്യയും എന്ന് പറഞ്ഞ പോലെ ബുദ്ധിയും മനസ്സും കൂടെ ചേർന്നാൽ മാത്രമേ വർക്കിംഗ് എഫിഷ്യൻസി കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മനസ്സ് ഡള്ളും മനസ്സ് അൺസ്റ്റഡിയുമായിട്ടുള്ള ആളുകളെ വെറുതെ ഇൻ്റലക്ച്വലി മാത്രം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പേഴ്സണാലിറ്റിയിൽ എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? ഇപ്പം ഇവിടെ പല മതങ്ങളും കുട്ടികളെ മതഗ്രന്ഥം പഠിപ്പിക്കുന്ന പോലെയാണ്. കാരണം ആ മതത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കൂ, പല മതങ്ങളും ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്വർഗത്തിൽ കിട്ടുന്ന കാര്യമാണ്. ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല, സ്വർഗത്തിൽ കിട്ടുന്ന കാര്യം ചെറുപ്പത്തിൽ പഠിപ്പിച്ചെടുത്ത് എന്താ കാര്യം? മരണശേഷം സ്വർഗം ഉണ്ടോ ഇല്ലേ, ഹൂ കെയർസ്? ഉണ്ടെങ്കിൽ തന്നെ നമുക്കെന്ത് കാര്യം? കാരണം നമുക്ക് ഭൂമിയെ പരിചയമുള്ളൂ. സ്വർഗത്തിൽ നമ്മൾ ആരും കാണാനും പോയിട്ടില്ല. അവിടെ വോട്ടുണ്ടോ, അവിടെ ഇലക്ഷൻ ഉണ്ടോ, അവിടെ എന്തെങ്കിലും കടകളുണ്ടോ, അവിടെ ഇൻ്റർനെറ്റ് ഉണ്ടോ, 4G ഉണ്ടോ, ഒന്നും നമുക്കറിയില്ല. ആർക്കെങ്കിലും സ്വർഗത്തിൽ മൊബൈലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? അപ്പോൾ അവിടുത്തെ കഥകൾ പറഞ്ഞിട്ട് സ്വർഗത്തിൽ അത് കിട്ടും, സ്വർഗത്തിൽ മാങ്ങ കിട്ടും, അവിടെ നല്ല അൽഫോൺസ മാങ്ങ കിട്ടും, അവിടെ നല്ല ആപ്പിൾ കിട്ടും. ഹൂ കെയർസ് ദാറ്റ്? ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഭൂമിയിൽ എങ്ങനെ കഴിവുള്ളൊരു വ്യക്തിത്വമായി തീരണം, അതാണ് ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഭാരത സംസ്കാരം. നിങ്ങൾ നോക്കൂ, ശ്രീരാമസ്വാമി കുട്ടിയായിട്ട് അങ്ങനെ കൊട്ടാരത്തിൽ വളർന്നു. ഒരു 10-18 വയസ്സ് വരെ അങ്ങനെ കൊട്ടാരത്തിൽ അതേ ഒരു യുവാവായിട്ട് അങ്ങനെ എത്തുകയാണ്. 18 വയസ്സൊക്കെ. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ 18 വയസ്സിലാകുമ്പോഴേക്കും ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്ന കാലം. 16 വയസ്സ് പെൺകുട്ടികളും 18 വയസ്സ് ആൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കുന്ന ഒരു പഴയ കാലം. അപ്പോൾ ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി വരികയാണ് കൊട്ടാരത്തിൽ. വിശ്വാമിത്ര മഹർഷി വന്നിട്ട് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, ദശരഥൻ എനിക്കൊരു സഹായം വേണം. അപ്പം അന്നൊക്കെ മഹർഷിമാർ പറഞ്ഞാൽ അപ്പം രാജാക്കന്മാരത് ഏറ്റെടുക്കും. കാരണം അത്ര ബഹുമാനമായിരുന്നു, ആദരവായിരുന്നു. പറഞ്ഞു, എനിക്കൊരു വിശ്വത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു യാഗം ചെയ്യണമെന്നുണ്ട്, യജ്ഞം, ഒരു ഹോമം. പക്ഷെ അത് തടസ്സപ്പെടുത്തുന്ന കുറേ രാക്ഷസന്മാരവിടെയുണ്ട്. അപ്പം അവരെയൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ട് എനിക്ക് യാഗം കംപ്ലീറ്റ് ചെയ്യാൻ രാമനെ എൻ്റെ കൂടെ പറഞ്ഞേക്കണം. അത് കേട്ടപ്പോഴേക്കും ദശരഥൻ പെട്ടെന്ന് ഡൗണായിപ്പോയി. കാരണം രാമനെ കൊണ്ട് കാട്ടിലുള്ള മഹാഘോര രാക്ഷസരെ നേരിടാൻ പറഞ്ഞു, അരുത് മാഷേ, അവൻ കുട്ടിയാണ്, അവൻ അതിനൊന്നുള്ള പരിചയമില്ല. ഞാൻ വരാം, നേരിട്ട് ഞാൻ വരാം, ഞാൻ എൻ്റെ സൈന്യത്തെയും കൊണ്ടുവരാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മതി, അതിനൊക്കെ എന്നെ കൊണ്ടുപോയിക്കോളൂ. വിശ്വാമിത്ര മഹർഷി ഒരു നോട്ടം നോക്കി, ദഹിപ്പിച്ചു പോകുന്ന നോട്ടം. പറഞ്ഞു, എനിക്ക് അങ്ങനെയല്ല ആവശ്യം, എന്നോടെന്താ അങ്ങ് പറഞ്ഞാൽ എന്ത് വേണം ചോദിച്ചോളൂ, തരാം എന്നല്ലേ. എനിക്ക് രാമനെയാണ് ആവശ്യം, സൈന്യത്തെയും ആവശ്യമില്ല. ഇതും കൂടി കേട്ടപ്പോഴേക്കും വിശ്വാമിത്ര മഹർഷി രാമനെ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്ന് കേട്ടപ്പോഴേ ദശരഥൻ തളർന്നു. ആ സമയത്ത് ദശരഥ മഹാരാജാവിനെ അദ്ദേഹത്തിൻ്റെ ഗുരു അകത്തേക്ക് വിളിച്ചു, വസിഷ്ഠ മഹർഷി. പറഞ്ഞു, ചെയ്ത് കൊടുത്തില്ലേ, പറഞ്ഞ വാക്ക് അനുസരിച്ചില്ലേ, ആ മനുഷ്യൻ ചുട്ട് ചാമ്പലാക്കും, ദഹിപ്പിച്ച് കളയല്ല. അത്ര പവർഫുള്ളാണ് വിശ്വാമിത്ര മഹർഷി. അതുകൊണ്ട് കുരുത്തക്കേടിനൊന്നും നിൽക്കണ്ട, വേഗം രാമനെ വിട്ടോളൂ. രാമൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും അദ്ദേഹം കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഈ യാഗം ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്തോ രാമനെ കൊണ്ട് ചെയ്യിക്കാനുണ്ട് അദ്ദേഹത്തിന്, രാമൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിനൊരു സമാധാനമായത്. അങ്ങനെ ലക്ഷ്മണനെയും കൂടെ പറഞ്ഞയക്കുകയാണ്. ആ യാത്ര വെറും ഒരു യാത്രയായിരുന്നില്ല, അത് രാമൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം ഒരു ഉത്തമനായ രാജാവെന്ന് രാമനെ പരിശീലിപ്പിച്ചെടുക്കുന്ന യാത്രയായിരുന്നു. അപ്പോൾ വിശ്വാമിത്ര മഹർഷി സത്യത്തിൽ ഒരു യാഗരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ലോകരക്ഷ ഒരു രാജാവിലൂടെ എങ്ങനെ നേടിയെടുക്കാം എന്ന് രാമനെ പരിശീലിപ്പിക്കാനുള്ള, മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു യാത്രയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ യാഗരക്ഷയ്ക്ക് വേണ്ടിയുള്ള യാത്ര നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും, ഇത് ഓരോ കാര്യങ്ങളിൽ രാജാവ് എങ്ങനെയായിരിക്കണം,
രാജാവിൻ്റെ ജീവിത രീതി എങ്ങനെയായിരിക്കണം. അപ്പം അവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു രാജാവിനൊരു കാര്യം തീരുമാനമെടുക്കണമെങ്കിൽ ആ തീരുമാനം എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ മനസ്സിനുണ്ടാവണമെങ്കിൽ എവിടുന്നാ പവർ കിട്ടുക? കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമന്വിതം ഉത്തിഷ്ഠ 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 ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ആ ഉത്തിഷ്ഠ 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 എപ്പോഴാണ്? വളരെ സുപ്രഭാത സമയത്ത്, സൂര്യോദയ സമയത്ത്, സൂര്യൻ ഉദിക്കുന്ന സൂര്യോദയത്തിന് മുമ്പ്, സൂര്യോദയ സമയത്തല്ല, സൂര്യോദയത്തിന് മുമ്പ് ആ സൂര്യൻ വരുന്ന ആ സമയമാകുമ്പോഴേക്കും രാവിലെ എണീറ്റ് തൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്ത് തൻ്റെ യോഗ, അതുപോലുള്ള പ്രാണായാമം, ധ്യാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രാമ നിരന്തരം പരിശീലിക്കുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിൽ നിന്നും ഡൾനെസ് എടുത്ത് കളഞ്ഞ് ആ മനസ്സിനെ ഊർജ്ജമുള്ള മനസ്സാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഒരു ആക്റ്റീവ് മൈൻഡിനെ, ഏർലി മോർണിംഗ് ആക്റ്റീവ് ആക്കുന്ന മൈൻഡിന് മാത്രമേ ഫേം ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ആ ഡിസിഷന് മാത്രമേ ശക്തിയും കരുത്തും ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാതെ നേരിട്ട് സ്കൂളിലും പറഞ്ഞയച്ച് ബുദ്ധിപരമായി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ആൻസർ ഷീറ്റിൽ അങ്ങനെ തന്നെ വൊമിറ്റ് ചെയ്ത് വെച്ചാൽ ഒരിക്കലും ഒരു കഴിവുള്ള വ്യക്തി ഉണ്ടാവില്ല. തൽക്കാലത്തേക്ക് ചില കഴിവുകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അവർക്ക് വലിയ റിഗ്രറ്റ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നത് മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഇൻ്റഗ്രേഷനാണ്. അപ്പം മനസ്സിനെ സ്ട്രോങ് ആക്കാനുള്ള, മനസ്സിനെ കോൺസെൻട്രേറ്റഡ് ആക്കാനുള്ള, മനസ്സിനെ ശക്തി, ഏത് പ്രശ്നത്തെയും ഈസിയായിട്ട് പരിഹരിക്കാനുള്ള ആ ഒരു കഴിവുള്ള മനസ്സാക്കി മാറ്റണമെങ്കിൽ ചില സ്പിരിച്വൽ പ്രാക്ടീസുകൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതില്ലാതെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് പോകാൻ സാധിച്ചാൽ വെറും ബുദ്ധി വികസിക്കും എന്നല്ലാതെ, കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും എന്നല്ലാതെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അതിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ അറിവുള്ളൊരു വ്യക്തി മാനസികമായി തളർന്ന് യുദ്ധക്കളത്തിൽ അർജുനൻ ഇരുന്നതുപോലെ ഇരിക്കേണ്ട ഗതികേടിലേക്ക് എത്തും എന്ന് കൃഷ്ണൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം തലമുറകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ മുന്നിൽ ഉള്ളവരുടെ ജോലിയാണ് പിന്നിൽ വരുന്നവർക്ക് ശരിയായ വഴി കാണിക്കുക. അതാണ് ഹിന്ദു സംസ്കാരം ഇത്രയും കാലം നിലനിന്നതിൻ്റെ കാരണം. പക്ഷെ അടുത്ത കാലത്ത് നമുക്കിതൊന്നും മനസ്സിലാക്കാതെ പോയതുകൊണ്ട് വളരെ വലിയ തെറ്റിദ്ധാരണകൾ നമ്മുടെ തലമുറയിലേക്ക് പകർന്നപ്പോഴാണ് നമ്മുടെ കുട്ടികൾ ഇതര മതങ്ങളിലേക്ക്, മത മാറ്റങ്ങളിലേക്കൊക്കെ വീണുപോയത്. നമുക്കത് തിരിച്ചു കൊണ്ടുവരണം. എന്തിനാണ് ക്ഷേത്രങ്ങൾ? എന്തിനാണ് നമ്മൾ നേരത്തെ കാലത്തെ ക്ഷേത്രത്തിൽ പോവേണ്ടത്? അവിടെ ചെന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് ചെയ്തതുകൊണ്ട് എന്താണ് ഗുണമുള്ളത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വളരെ വ്യക്തമായ അറിവ് പകർന്നു കൊടുത്ത് നാം അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ ക്രമേണ അവർക്ക് മനസ്സിലാവും ഈ ക്ഷേത്ര സംസ്കാരവും വിദ്യാഭ്യാസവും രണ്ടും കൂടി സമന്വയിക്കുമ്പോൾ എനിക്ക് അറിവും കഴിവും ശക്തിയും ചേർന്നൊരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അവർക്ക് കുറേയും കൂടിയും ആ സംസ്കാരത്തോട് ആദരവും ബഹുമാനവും തോന്നും. അപ്പം അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.